നിങ്ങൾ വിശ്വസിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ അറിയും, ഈ ദൈവം അത്ഭുതങ്ങൾ കൊണ്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്നവനാണെന്ന്, ആശ്ചര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവനാണെന്ന്, അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുന്നവനാണെന്ന്, സാന്നിധ്യം കൊണ്ട് നമ്മുടെ കൂടെ ഇരിക്കുന്നവനാണെന്ന്. ലോകമെങ്ങും ഇന്ന് പുലരിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിത്തരുന്ന ശക്തമേറിയ ഈ ആലോചനയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും അധികാരവും നിറഞ്ഞ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ രക്ഷകനും കർത്താവും ദൈവവും രാജാവും അന്നദാതാവും എൻ്റെ ജീവിതത്തിൻ്റെ സകലവുമായ എൻ്റെ യേശുവിന് എല്ലാ മഹത്വവും ഈ ശുശ്രൂഷ നിമിത്തം ഞാൻ അർപ്പിക്കട്ടെ. വിശുദ്ധ തിരുവെഴുത്തിൽ റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വചനങ്ങൾ വിശ്വാസത്തിൻ്റെ തീഷ്ണതയിലേക്ക് വളരുന്നവരെ ഏറെ പ്രചോദിപ്പിക്കുന്നതായ വേദഭാഗങ്ങളാണ്. മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവായി തീരേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പലതും 2023 കേട്ട് ഇതിൻ്റെ പര്യവസാന സമയത്തേക്ക് കയറുമ്പോൾ അത് നിവൃത്തിയാകുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയോടുകൂടെ കഴിയുന്നവരാണ് ഇന്നെന്നെ കേൾക്കുന്നവരിൽ പലരും. നിങ്ങളോട് വളരെ വ്യക്തമായി ഈ തിരുവെഴുത്തിനെ അധികരിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവം താൻ ഭോഷ്കു പറയാൻ മനുഷ്യനല്ല, അനുദപിക്കുവാൻ മനുഷ്യപുത്രനുമല്ല. സംഖ്യാപുസ്തകം 23:19 നാം ഇത് വായിക്കുന്നു. താൻ പറഞ്ഞത് ദൈവം നിവർത്തിക്കും. ഇവിടെ മരിച്ചതിനെ ദൈവം ജീവിപ്പിക്കുമെന്ന് പറഞ്ഞാൽ മരിച്ച ലാസറിനെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. മരിച്ച നയീനിലെ വിധവയുടെ കുഞ്ഞിനെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തിനത് കഴിയും, സത്യം തന്നെ. നാം അത് യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ കാണുന്നുണ്ട്. ഏലിയാവിൻ്റെയും ഏലീശയുടെയും ഒക്കെയും ജീവിത കാലഘട്ടങ്ങളിൽ ഈ ദൈവപ്രവൃത്തികളെ നാം കാണുന്നുണ്ട്. പത്രോസ് എന്ന ദൈവദാസന്റെ ശുശ്രൂഷയിൽ നാം അത് കാണുന്നുണ്ട്. മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവപ്രവൃത്തി കാലാകാലങ്ങളിൽ ബൈബിൾ ചരിത്രങ്ങളിൽ വളരെ വിശാലമായി വ്യാപിച്ചു കിടക്കുമ്പോൾ ഇന്ന് ഈ ദൈവിക ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഇവിടെ മരിച്ചതിനെ ജീവിപ്പിക്കുക എന്ന അർത്ഥത്തിലല്ല ഈ വചനം ഇവിടെ കൊടുത്തിരിക്കുന്നത്. പകരം താൻ പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റപ്പെടേണ്ടതിന് വേണ്ടി മരിച്ചതിനെ ജീവിപ്പിക്കേണ്ടി വന്നാൽ ദൈവം അതും ചെയ്യും. അതാണ് അതിൻ്റെ അർത്ഥം. ആമേൻ. എത്ര പേർക്ക് ഇന്ന് രാവിലെ ഞാൻ ഈ പറയുന്ന ദൈവാലോചനയുടെ ആഴം മനസ്സിലാകുന്നുണ്ട്? നിന്നോട് ദൈവം പറഞ്ഞ വാക്ക് നിവർത്തിയാക്കേണ്ടതിന് വേണ്ടി മരണപ്പെട്ടു പോയ ഒന്നിനെ തിരിച്ചു കൊണ്ടുവരിക എന്നത് അനിവാര്യമാണെങ്കിൽ അതും ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവം പറഞ്ഞത് നടക്കും. കാരണം അത് നടപ്പിലാക്കുവാനുള്ള ശക്തി ദൈവത്തിനുണ്ട്. താൻ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിവർത്തിപ്പാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഒന്ന് പറഞ്ഞേ, ദൈവത്തിന് ശക്തിയുണ്ട്. പറഞ്ഞ കാര്യം നിവർത്തിപ്പാൻ ദൈവത്തിന് ശക്തിയുണ്ട്. അരുളി ചെയ്തത് യാഥാർത്ഥ്യമാക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട്. 2, ദൈവം ഒരിക്കലും തമാശ പറയാറില്ല, ദൈവം ഒരിക്കലും ഭോഷ്കു പറയാറില്ല. ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. ദൈവം ഒരിക്കലും നുണ പറയാറില്ല, ദൈവം ഒരിക്കലും കളി പറയാറില്ല. കളി പറയാത്ത, നുണ പറയാത്ത അധരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ അധരത്തിൽ നിന്ന് വന്നത് സംഭവിക്കുക തന്നെ ചെയ്യും. വാഗ്ദത്തത്തെക്കുറിച്ചുള്ളതായ ഈ വചനം ഇവിടെ പറയുന്നു, വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാക്കേണ്ടതിന് തന്നെ. എന്തുകൊണ്ടാണ് വാഗ്ദത്തങ്ങൾ സംഭവിക്കാത്തത്? ഉത്തരം വളരെ ലളിതമാണ്, വിശ്വസിക്കാത്തത് കൊണ്ട്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം താൻ അരുളി ചെയ്യുന്ന വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ ഫലിക്കുന്നു, എപ്പോൾ അത് കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, വാഗ്ദത്തങ്ങൾ ഫലിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആപ്ലിക്കബിൾ ആയിത്തീരുന്നത് നാം വിശ്വസിച്ചുകൊണ്ട് ആ റിലത്തിലേക്ക് കടക്കുമ്പോഴാണ്. നാം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു പ്രതലം സൃഷ്ടിക്കുമ്പോഴാണ് ആ വാഗ്ദത്തം വെളിപ്പെട്ടു വരുന്നത്. പലപ്പോഴും ദൈവം നമുക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട പലതും ഈ ഭൗതിക ലോകത്ത് ദൃശ്യവൽക്കരിക്കപ്പെട്ടു വരുന്നില്ല. ഇതൊരു വലിയ മർമ്മമാണ്. അനേകരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന അനേക അനുഗ്രഹങ്ങൾ അവരിലുണ്ട്, പക്ഷെ അത് ഭൗതിക ലോകത്തേക്ക് വെളിപ്പെട്ടു വരുന്നില്ല. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ മാത്രം അത് വെളിപ്പെട്ടു വരുന്നു. എങ്ങനെ? എൻ്റെ ജീവിതത്തിൽ ദൈവം ഇത് അനുവദിച്ചിരിക്കുന്നു എന്ന് അവർ വിശ്വസിച്ചു തുടങ്ങുന്ന ആ സമയം മുതലാണ് അത് അവരുടെ മേൽ കാണാൻ പാകത്തിൽ
രൂപപ്പെട്ടു വരുന്നത്? എപ്പോഴാണ് ദൈവം നിന്നോട് പറഞ്ഞ ആ ഉയർച്ച നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? എപ്പോഴാണ് ദൈവം നിന്നോട് പറഞ്ഞ ആ നല്ല നിലവാരത്തിൽ നിന്റെ ജീവിതമാകുന്നത്? എപ്പോഴാണ് കർത്താവ് നിങ്ങളോട് അരുളി ചെയ്ത ആ നല്ല ഉയർച്ചയിൽ നിങ്ങൾ എത്തുന്നത്? ഉത്തരം വളരെ ലളിതം. ഏത് സമയത്ത് നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നോ ആ മൊമെന്റിൽ അത് നിങ്ങളുടെ മേൽ വെളിപ്പെടും. എന്താ ഇതിന്റെ അർത്ഥം? വിശ്വാസം വാഗ്ദത്ത നിവർത്തിയുടെ സമയമല്ല. ദൈവം താൻ പറയുന്നത് നിവർത്തിക്കുന്നു, പക്ഷെ വിശ്വാസം അതിനെ വെളിപ്പെടുത്തുന്നു. ഗ്ലോറി ടു ജീസസ്. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? ദൈവം താൻ പറയുന്ന സമയത്ത് കൃത്യമായി നിർവഹിക്കുന്നു. പക്ഷേ നേരം വെളുത്തു, ഒരാൾ കണ്ണടച്ച് നിൽക്കുക, എന്നിട്ട് പറയുന്നു, അയ്യോ നേരം വെളുത്തിട്ടില്ല, ഭയങ്കര കൂരിട്ട. എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? നേരം വെളുത്തിരിക്കുന്നു, സൂര്യൻ ഉദിച്ചിരിക്കുന്നു, നീ കണ്ണ് തുറക്കേണ്ടതായിട്ടുണ്ട്. ഓപ്പൺ യുവർ ഐസ്. നിന്റെ പ്രഭാതം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നീ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുകയാണ്. എഴുന്നേൽക്കണം. ദൈവം താൻ പറഞ്ഞത് അവൻ നിവർത്തിച്ചിരിക്കുന്നു. അത് കാണാൻ നീ വിശ്വസിച്ചു തുടങ്ങേണ്ട സമയം വന്നിരിക്കുന്നു. കുറച്ചു പേർ പറയുന്നു, ഞാൻ ഇപ്പോഴും രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്താ കാരണം? 2000-ൽ പരം വർഷങ്ങൾക്ക് പുറകിൽ ക്രൂശിൽ നടന്ന ദൈവികമായ രക്ഷാദാനത്തെ അവരിപ്പോഴും കൈക്കൊള്ളാത്തതിനാലാണ് അവരിപ്പോഴും പാപികളായി നരകത്തിൻ്റെ ആടുകളായി തുടരുന്നത്. എന്നാൽ ഈ നിമിഷം യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് വിശ്വസിച്ചാലോ അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും എപ്പോൾ മാറുമെന്നുള്ള ചോദ്യം നിങ്ങൾക്കില്ലേ? അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. നീ ഇപ്പോൾ വിശ്വസിച്ചാൽ ഈ നിമിഷം അത് മാറുകയാണ്. എപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നോ അത് നിങ്ങളുടെ വിടുതലിൻ്റെ സമയമാവുകയാണ്. ദൈവം ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളത് അറിയുന്നില്ലെന്നുള്ളതാണ്. മറിയുടെ അരികിൽ ദൂതൻ വന്നിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നീ അറിയാത്തൊരു കൃപ നിനക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വാഗ്ദത്തം എല്ലാവർക്കും ഉണ്ട് എന്ന് ഈ ദൈവവചനം നമ്മളോട് പറയുന്നു. ജീസസ് ക്രൈസ്റ്റ്. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം. വാഗ്ദത്തം സകല സന്തതിക്കും. ആ സകല എന്ന വാക്യം എടുക്കേണ്ടതായിട്ടുണ്ട്. ആ സകലർക്കും എന്ന് ദൈവം ഉദ്ദേശിച്ചതിൽ ഞാനും ഉൾപ്പെടുന്നു, നിങ്ങളും ഉൾപ്പെടുന്നു. നിങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്ന് ദൈവവചനം പറയുന്നത് കൊണ്ട് ഇന്ന് രാവിലെ ധൈര്യത്തോടെ അതിൽ നിങ്ങളുമുണ്ട്. വാഗ്ദത്തത്തിൽ നിങ്ങളുമുണ്ട്. ഹല്ലേലൂയ. സകലരും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അടുത്ത താഴേക്ക് വായിച്ചു വരുമ്പോൾ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. വാഗ്ദത്തം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം സകലർക്കും കൊടുത്തതിൽ ദൈവം അതെനിക്കും ഉറപ്പിച്ച് തന്നിരിക്കുകയാണ്. അതെപ്പോഴെൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും? ഉത്തരം വളരെ ലളിതമാണ്. ഞാൻ അതെൻ്റേതാണെന്ന് വിശ്വസിക്കുന്ന ആ സമയത്ത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭവനം നിങ്ങൾ അതിലെപ്പോൾ കയറും? ഈ മൊമെൻറ്റിൽ എൻ്റെ ജീവിതത്തിൽ അതിലേക്ക് കയറാനുള്ളതായ സാഹചര്യം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളിപ്പോൾ വസിക്കുന്ന ഇടത്തു നിന്ന് നിങ്ങൾ മാറിയിരിക്കും. പുതിയ ജോലി അതെപ്പോൾ കിട്ടും? നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും പുതിയ പദവിയിലേക്ക് എൻ്റെ ലൈഫ് മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഒരു മാറ്റം എന്നിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ ഈ മൊമെൻറ്റിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ മേലതായി വന്നു കഴിഞ്ഞിരിക്കുന്നു. ജീസസ്. ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയുന്നു, വയറിൽ കൈവച്ചുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ചലനം എൻ്റെ ഉദരത്തിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ സമയത്ത് വന്ധ്യതയുടെ ശാപം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ജീവൻ്റെ തുടിപ്പ് നിങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നു. ഇത് നടക്കുമോ? ഈ വചനം അതാ പറയുന്നത്. മരിച്ചതിനെ ജീവിപ്പിക്കുവാൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്നവനാണ് വാഗ്ദത്തം ചെയ്യുന്ന ദൈവമെന്ന്. ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ, അബ്രഹാമും സാറയും ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുക എന്ന പരിധിയിൽ നിന്നും അവർ കടന്നുപോയിരിക്കുന്നു. അവരുടെ ശരീരം ഒരുപാട് ദൂരേക്ക് പോയിരിക്കുന്നു. അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ തങ്ങളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞു വളരുക എന്ന് പറഞ്ഞാൽ മരിച്ചത് ജീവിപ്പിക്കപ്പെടുന്നതിന് തുല്യം ആണ്. ഒന്നുകൂടെ. ഇപ്പോൾ സാറയുടെ ഉദരത്തിൽ, വൃദ്ധയായ സാറയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചത് ജീവിക്കുന്നതിന് തുല്യമായൊരു പ്രവൃത്തിയാണത്. അബ്രഹാം അപ്പോൾ ദൈവത്തെ അങ്ങനെ വിശ്വസിച്ചു. മരിച്ചതിനെ ജീവിപ്പിക്കാൻ പ്രാപ്തിയുള്ള ദൈവത്തിന് എൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ, മരിച്ചതിനെ കൂടെ ജീവിപ്പിക്കാൻ പ്രാപ്തിയുള്ളവനായി ദൈവം എനിക്ക് ഉറപ്പ് തന്നിരിക്കെ, ഞങ്ങളുടെ കൈവിട്ടുപോയ വാർദ്ധക്യത്തിലേക്ക് വഴുതി വീണ ഞങ്ങളുടെ ശാരീരിക അവസ്ഥ യൗവനയുക്തമായൊരനുഭവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും ഈ ദൈവം മതിയായവനാണ്. കടന്നുപോയ സമയങ്ങളൊന്നും നഷ്ടങ്ങളുടെ കാലങ്ങളല്ല എന്നും
ഏതൊക്കെയോ വീഴ്ചകൾ, ഇല്ലായ്മകൾ ജീവിതത്തിൽ വന്നെങ്കിലും ഇപ്പോഴത്തെ വെളിപ്പെടാൻ പോകുന്ന അനുഗ്രഹത്തിൻ്റെ നിങ്ങളുടെ ഭാവി കാലത്തെ ആ വീഴ്ചകളും നഷ്ടങ്ങളും ബാധിക്കുന്നില്ലെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ദേവദാസനെ, ഞാൻ പല ബിസിനസ് ചെയ്തു, ഞാൻ തകർന്നു പോയവനായി നിന്നെ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് നിനക്ക് വന്നിരിക്കുന്ന തകർച്ചയും ദൈവം നിനക്ക് നൽകുന്ന ഉയർച്ചയുമായിട്ട് ഒരു ബന്ധവുമില്ല പ്രിയ സുഹൃത്തെ. ഹോ ജീസസ്, കർത്താവിൻ്റെ ദാസനെ, ഞങ്ങൾ ഒരുപാട് നിന്ന് സഹിച്ചു മടുത്തിരിക്കുക, ഞങ്ങൾ നാണം കേട് കൊണ്ട് തല താഴ്ത്തിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട കൂടെപ്പിറപ്പേ, ദൈവം നിന്നെ മാനിക്കുന്ന ഈ സമയത്ത്, നിന്റെ മാന്യത ഓപ്പണായി വരുന്ന ഈ നേരത്ത്, ദൈവത്തിൻ്റെ മാന്യതയ്ക്ക് നിന്റെ കഴിഞ്ഞകാല ജീവിതം കൊള്ളാവുന്നതാണോ, കൊള്ളുവേലാത്തതാണോ, നാണം കെട്ടതാണോ, അപമാനിക്കപ്പെട്ടതാണോ, ഈ വക കാര്യങ്ങളൊന്നും വിഷയമല്ല. ദൈവം മാനിക്കാൻ ഉദ്ദേശിക്കുന്നവൻ്റെ തലയിൽ കിരീടം വന്നിരിക്കും. അവൻ രാജവസ്ത്രം ധരിച്ചിരിക്കും. അവൻ്റെ കയ്യിൽ പൊന്മോതിരം വാണിരിക്കും. അതവൻ്റെ കയ്യിൽ തിളങ്ങും. അവൻ്റെ മുമ്പിൽ നിന്ദിച്ചവരെല്ലാം നമസ്കരിച്ചിരിക്കും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ ശക്തിയാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലം വറുതിയുടെ ഇടമാണ്. ഇവിടെ ഉറവകൾ തുറക്കപ്പെടുമോ? വറുതിയുടെ സ്ഥലമാണോ, നീരൊഴുക്കിൻ്റെ ഇടമാണോ എന്ന് നോക്കിയിട്ടല്ല ദൈവം ഉറവ തുറക്കുന്നത്. താൻ ഉറവകളെ തുറക്കാൻ ശക്തനെന്ന് ഭൂമിയിൽ ആര് വിശ്വസിക്കുന്നോ അവന് വേണ്ടി ഉറവ തുറന്നിരിക്കും. അവൻ മരുഭൂമി നിന്നാലും, അവൻ തീയിൽ ചുട്ടുപഴുത്ത് കിടക്കുന്ന പാറയുടെ മുന്നിൽ പോയി നിന്നാലും അവന് വേണ്ടി ഉറവ തുറന്നിരിക്കും. എനിക്ക് അത്ഭുതം നടക്കുമോ ഇല്ലയോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു ദൈവപ്രവൃത്തി ഉണ്ടാകുമോ ഇല്ലയോ? നീ എന്ത് വിശ്വസിക്കുന്നു? അതിൻ്റെ അടിത്തറയിൽ ഇന്ന് പകൽ ദൈവപ്രവൃത്തി നീ കാണും. ഗ്ലോറി ടു മൈ ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം പലപ്പോഴും കാണാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ശക്തമേറിയ ബോധ്യമാണ്, ഉറപ്പാണ്. പലപ്പോഴും അത് ഉള്ളിൽ ധരിക്കുക എന്ന് പറയുന്നത്, ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസത്തെ വലുതാക്കുക എന്ന് പറയുന്നത് ചില ദുഷ്കരവും പ്രയാസവുമേറിയ കാര്യമാണ്. കാരണം ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തലാണത്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇല്ലാത്തൊരു കാര്യം എനിക്കുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു പരിപാടിയുടെ പേരാണ് വിശ്വാസം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണെന്ന്. ഇല്ലാത്തൊരു കാര്യം എനിക്കത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പുറമെ ഒരു മാറ്റവും കാണാത്തപ്പോഴും നിന്റെ മനസ്സിനെ നീ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നൊരു പരിപാടി. ദാരിദ്ര്യത്തിലിരിക്കുമ്പോഴും ഞാൻ സമ്പന്നനാണെന്നും രാജകീയമായി ജീവിപ്പാൻ അർഹതയുള്ളവനാണെന്നും അതിന് തത്തുല്യമായിരിക്കുന്ന നിലവാരങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് അടുത്തു വരുന്നുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ തന്നെ മനസ്സിനെ ബോധ്യപ്പെടുത്തുന്നൊരു പരിപാടിയാണത്. ഇനി പറയൂ, നിങ്ങളുടെ മുമ്പിൽ അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? യേശു അതുകൊണ്ടാണ് പറഞ്ഞത്, വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. നിന്റെ ജീവിതം മാറാത്തതിൻ്റെ കാരണം പിശാചല്ല. നിന്റെ ജീവിതം മാറാത്തതിൻ്റെ കാരണം ദൈവമല്ല. നിന്റെ ഉയർച്ചയുടെ തടസ്സം നിന്റെ അയൽക്കാരനല്ല. ഇന്ന് രാവിലെ കേട്ടോ, നീ ആഗ്രഹിക്കുന്നിടത്തേക്ക് നീ കയറിപ്പോകാത്തതിൻ്റെ കാരണം നിന്റെ അവിശ്വാസമാണ്. പൊളിക്കണം. എത്ര കാലം ഇങ്ങനെ പഴിചാരും അവര് നിർത്തിക്കോ പരിപാടി. കരങ്ങൾ ഉയരത്തിലേക്ക് നീട്ടിക്കൊണ്ട് എൻ്റെ നേരമാണെന്ന് പറയാൻ, എൻ്റെ സമയമായെന്ന് പറയാൻ, യേശുവിനെ പോലെ പിതാവേ നാഴിക വന്നിരിക്കുന്നു എന്ന് പറയാൻ, ദിസ് ഇസ് മൈ സീസൺ എന്ന് പറയാൻ, എൻ്റെ ഉയർച്ചയുടെ നേരമായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് പ്രകൃത്യാതീതമായി സാഹചര്യങ്ങൾക്കതീതമായി വിശ്വസിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ നിന്നോട് പറയുന്നു. ഇത് ഒരു കൂട്ടം ഉഴപ്പന്മാരുടെ ദിവസമല്ല. ഇത് വിശ്വാസം കൊണ്ട് ജന്മം മാറി പുതിയ ജീവിതം ധരിക്കുന്നവരുടെ നേരമാണ്.
മുഷിഞ്ഞ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതുമയുള്ള മേത്തരമായൊരു വസ്ത്രമെടുത്ത് ധരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പുതിയൊരു വസ്ത്രം ധരിക്കപ്പെടുന്നു. ഇന്ന് പറഞ്ഞതുപോലെ നിലവിലുള്ള ജീവിതത്തെ അഴിച്ചു മാറ്റിയിട്ട് പുതിയതിനകത്തേക്ക് ദൈവം നിന്നെ എൻ്റർ ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലെ ഈ ദൈവസ്വരം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളുടെ അവസ്ഥയെ ദൈവം അടിമുടി മാറ്റാൻ പോവുകയാണ്. ഇത് വെറുമൊരു വാക്കല്ല, വചനത്തിൻ്റെ തീവ്രമായൊരു മുഖമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കുന്ന മനുഷ്യനിൽ തൽപരനായി നിൽക്കുന്നൊരു ദൈവം, വിശ്വാസത്തോടെ തന്നെ നോക്കുന്നൊരു മനുഷ്യനിൽ വലിയ പ്രതീക്ഷയോടുകൂടെ തിരിച്ചു നോക്കുന്നൊരു ദൈവം. ആര് തന്നിലേക്ക് മിഴികൾ ഉയർത്തുന്നോ അവൻ്റെ കണ്ണുകളിൽ നോക്കി ധൈര്യത്തോടെ പ്രതികരിക്കുന്നൊരു ദൈവം. ഗ്ലോറി ടു ജീസസ്. നിരാശയുടെ വക്കിലും തൻ്റെ മുഖത്തേക്ക് നോക്കുന്നവൻ്റെ മുഖം വാടാതെ അവനെ ആദരിക്കുന്നൊരു ദൈവം. ബൈബിൾ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ജീസസ്, എന്തു തോന്നുന്നു? ഒരു വാക്കൂടെ. അബ്രഹാം ചെയ്തൊരു കാര്യം ഇവിടെ പറയുന്നു. അവിശ്വാസത്താൽ ക്ഷീണിക്കാതെ, സംശയിക്കാതെ അദ്ദേഹം ചെയ്തതെന്തുവാണ്? ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. 20-ാമത്തെ വചനം, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയുന്നു, ആ വാക്ക് ഞാൻ പാലിക്കാതെ വരുന്നു. നിങ്ങൾക്ക് സങ്കടമുണ്ടാകുന്നു. ഓ, ആ പുള്ളി അത് ചെയ്തില്ലല്ലോ, അദ്ദേഹം അത് പാലിച്ചില്ലല്ലോ. പക്ഷേ ദൈവം നിങ്ങളൊരു വാക്ക് പറയുമ്പോൾ ഈ ഒരു സംശയത്തിനോ ഈ നിലയൊരു നിരാശയ്ക്കോ സ്ഥാനമില്ല. എന്താ കാരണം? ഒരു വാക്കും മനുഷ്യൻ പാലിക്കാതെ വരുമ്പോൾ നമ്മൾ പരാതി പറയാൻ തുടങ്ങും. ദൈവം പറഞ്ഞ വാക്ക് ഫലിക്കുമോ ഇല്ലയോ എന്നൊരു ചോദ്യം ഇന്ന് ഞാൻ ചോദിച്ചു. നിന്റെ വാഗ്ദത്തം നിറവാകുമോ ഇല്ലയോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നെങ്കിൽ പിറുപിറുത്ത് കലവില പറഞ്ഞുകൊണ്ടിരിക്കാം. ഓ, അല്ലേലും ഇതുകൊണ്ടൊന്നൊരു ഗുണമില്ല, ഇങ്ങനെ വെറുതെ പ്രാർത്ഥിച്ചായിരിക്കാന്നേ ഉള്ളൂ, അങ്ങനെ എങ്ങനെ. പക്ഷേ അവിശ്വാസത്താൽ സംശയിക്കാതെ. 2, അവിശ്വാസത്താൽ സംശയിക്കാതെ, ക്ഷീണിച്ചു പോകാതെ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അത് നിവർത്തിപ്പാൻ ദൈവം ശക്തൻ എന്നുള്ളതായ ബോധ്യത്തിൽ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങാം. കർത്താവേ, എനിക്കറിയാം നീ മനുഷ്യനല്ല. കർത്താവേ, എനിക്കറിയാം നീ നാട്ടുകാർ പറയുന്ന പോലെ വർത്തമാനം പറയുന്നവനല്ല. കർത്താവേ, എനിക്കറിയാം നീ അവര് വരും പറയുന്നത് പോലെ എന്നോടൊന്നും പറയുന്നവനല്ല. കർത്താവേ, എനിക്കറിയാം പറയുന്നതേ നീ ചെയ്യുന്നതേ നീ പറയത്തുള്ളൂ. കർത്താവേ, എനിക്കറിയാം നീ ചെയ്യുന്നതേ പറയാറുള്ളൂ, നീ പറയുന്നതേ നിവർത്തിക്കാറുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉറയ്ക്കുകയാണ്, എൻ്റെ കർത്താവേ, എന്നോട് അങ്ങ് പറഞ്ഞത് ചെയ്യാൻ അങ്ങ് മതിയായവനാണ്. ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. എന്നോട് പറഞ്ഞത് നിവർത്തിപ്പാൻ പ്രാപ്തനും മതിയായവനുമായ എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. 1000 വാക്കുകൾ നിന്റെ വാഗ്ദത്തം നിവർത്തിയാകാത്തതിൻ്റെ പേരിൽ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം 3000 വാക്കുകളിലെങ്കിലും നീ ദൈവത്തെ സ്തുതിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എപ്പോഴാണ് ദൈവം പറഞ്ഞത് ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത്? ദൈവം താൻ അരുളി ചെയ്തത് തക്ക സമയത്ത് നിവർത്തിക്കുന്നു. നിങ്ങൾ ഉണർന്നില്ലെങ്കിലും കൃത്യസമയത്ത് സൂര്യൻ ഉദിക്കുന്നു. പക്ഷെ അപ്പോഴും നിങ്ങൾ സൂര്യൻ ഉദിച്ചു പുലരിയായെന്നറിയാതെ കിടന്നുറങ്ങുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഈ പ്രവചനദൂത് നിങ്ങളോട് പറയുന്നു, മിഴി തുറക്കൂ, നേരം പുലർന്നിരിക്കുകയാണ്. നീ വിശ്വസിക്കൂ, വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഈ വിശ്വസിക്കുന്ന മൊമെന്റിൽ നീ അത് കാണാൻ പോകുകയാണ്. എത്ര വലിയതും നിന്റെ കണ്ണിന് മുമ്പിൽ അവിശ്വസനീയമെന്ന് നീ പറയുന്നതും ദൈവം അത് നിവർത്തിച്ചു എന്നുള്ളതായ യാഥാർത്ഥ്യം കണ്ടുകൊണ്ട് ദൈവത്തിന് നിന്നോടുള്ള വിശ്വസ്തതയുടെ ഒരു അടയാളം കൂടെ നീ ഈ ഭൂമിയിൽ കണ്ട് ദൈവത്തെ മഹത്വീകരിക്കാൻ പോവുകയാണ്. എൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുമോ ഇല്ലയോ? 1, അത് ചെയ്യുവാൻ ദൈവം ശക്തനാണ്, അതുകൊണ്ട് അത് നിവർത്തിക്കപ്പെടും. എൻ്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുമോ ഇല്ലയോ? 2, ദൈവം ഫോഷ്ക്ക് പറയാറില്ല, അതുകൊണ്ട് അത് സംഭവിക്കും. എൻ്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുമോ ഇല്ലയോ? ദൈവം പറഞ്ഞിട്ട് മാറ്റി പറയാറില്ല, അതുകൊണ്ട് അത് സംഭവിക്കും. എൻ്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുമോ ഇല്ലയോ? തനിക്ക് മഹത്വം വരേണ്ടതിന് അവനത് ചെയ്യും. എൻ്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുമോ ഇല്ലയോ? 1000കണക്കിന് മനുഷ്യർ അവിശ്വസ്തരാകുമ്പോഴും നാം അവിശ്വസ്തരാകുമ്പോഴും നമ്മോട് വാക്ക് പറഞ്ഞ ദൈവം തൻ്റെ വാക്കിൽ വിശ്വസ്തനായതുകൊണ്ട്
തൻ്റെ വിശ്വസ്തതയുടെ തെളിവായി അവനത് നിശ്ചയമായും നിവർത്തിച്ചിരിക്കും. ഞങ്ങളുടെ ദൈവമേ, പ്രിയ പിതാവേ, അനുഗ്രഹങ്ങളുടെ ഒരു പുലരിയിൽ ഞങ്ങളെ നീ വിളിച്ചുണർത്തി. നിന്നെ അഗാധമായി വിശ്വസിക്കുവാൻ നീ ക്ഷണിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ഞങ്ങൾക്ക് നീ അങ്ങയെ മനസ്സിലാക്കാനൊരു അവസരം തന്നു. ഞങ്ങളോട് അങ്ങ് വ്യക്തിപരമായി പറഞ്ഞതും വചനത്തിലൂടെ അറിയിച്ചതുമായ വാഗ്ദത്തങ്ങളെല്ലാം ഉറപ്പിക്കപ്പെട്ടതാകയാൽ അതിന്മേൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ബലപ്പെട്ട് അതിനുവേണ്ടി നിലകൊള്ളുവാൻ ഒരിക്കൽ കൂടെ ഞങ്ങളെ അങ്ങ് ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമെന്നുള്ളതായ വ്യക്തമായ തിരിച്ചറിവോടുകൂടെ ഞങ്ങൾ അതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇത് അല്പം കൂടെ അങ്ങയുടെ വാഗ്ദാനങ്ങളെ ഉറപ്പോടെ ഏറ്റുവാങ്ങുന്ന പകലാണ്. ഇന്ന് ലോകത്തിൻ്റെ പല കോണുകളിൽ നിരവധിയായ ജീവിത വിഷയമങ്ങളിൽ സങ്കടങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ഒരു ദൈവിക വിടുതലുണ്ടാകുമോ, കർത്താവിനെ സഹായിക്കുമോ, എൻ്റെ കാര്യമെന്ന് നടക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അനേകർക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യക്തതയോടുകൂടെ കാണുവാൻ അങ്ങ് സഹായിക്കുന്ന ഒരു ദിവസമാകിയാൽ സ്തോത്രം. മഹത്വമെല്ലാം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് നിങ്ങളെ അലട്ടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകുമോ? ഇന്ന് നിങ്ങൾ നേരിടുന്ന രോഗകരമായ അവസ്ഥകൾക്കൊരു സൗഖ്യമുണ്ടാകുമോ? ഒരു മനുഷ്യനും ഇടപെടാൻ കഴിയാത്തത്ര കൈവിട്ടുപോയ നിങ്ങളുടെ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുമോ? എൻ്റെ ഉത്തരം യെസ്, അത് നടക്കും. കാരണം ദൈവം താൻ പ്രവർത്തിപ്പാൻ, നിങ്ങളോട് പറഞ്ഞ വാക്ക് നിവർത്തിപ്പാൻ ശക്തൻ തന്നെ. 2, ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കുന്നതിൽ ദൈവം നിങ്ങൾ അവിശ്വസ്തരാകുമ്പോഴും നിങ്ങളോട് വിശ്വസ്തനാണ്. അതുകൊണ്ട് ദൈവം തൻ്റെ ആ ക്വാളിറ്റി നിങ്ങളോട് പറഞ്ഞ കാര്യത്തിൽ വെളിപ്പെടുത്തുന്നതാകയാൽ ഇന്ന് നിങ്ങൾക്കത് കാണാൻ കഴിയും. നിരവധിയായ സങ്കടകരമായ സാഹചര്യങ്ങളുടെ പരിഹാരം എപ്പോൾ സംഭവിക്കുന്നു? ഉത്തരം ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിങ്ങളിപ്പോൾ അത് വിശ്വസിക്കുമ്പോൾ ഈ നിമിഷം നിങ്ങളത് കാണുകയാണ്. സ്നേഹിതരെ, ഇതൊരു അസാധാരണമായ ജീവിത ശൈലിയാണ്. ദൈവത്തെ മനുഷ്യർ വിശ്വസിക്കുമ്പോഴാണ് ദൈവം ആരെന്നുള്ളത് അവർ തിരിച്ചറിയുന്നത്. നിങ്ങൾ വിശ്വസിക്കാതെ എത്ര കണ്ട് ബൈബിൾ വായിച്ചാലും നിങ്ങൾക്ക് ഈ ദൈവത്തെ മനസ്സിലാകുകയില്ല. എത്ര കണ്ട് നിങ്ങൾ ഇങ്ങനത്തെ പ്രസംഗങ്ങൾ കേട്ടാലും നിങ്ങൾക്ക് ദൈവത്തെ പിടികിട്ടത്തില്ല. പക്ഷേ ഈ പകൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും ധന്യമായി തീരട്ടെ. ഇന്നത്തെ പ്രവചനദൂതിൻ്റെ ഈ അധ്യായം ഇവിടെ കംപ്ലീറ്റഡ് ആകുകയാണ്. നാളത്തെ എപ്പിസോഡിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.